ശ്രീ റെജിലുക്കോസ്, ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവരുത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇത് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ ഒറ്റപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അത് ആരോഗ്യമേഖലയെ തകർക്കാൻ, സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം കുത്തകകൾക്ക് കുടപിടിക്കാൻ തുടങ്ങിയ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് ക്ലീശയുണ്ടല്ലോ. നോക്കൂ, നമ്മുടെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളൊക്കെ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഒരു വർഷം പരസ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനൊരു ആശുപത്രി ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ. പക്ഷേ ഇത്തരം ചികിത്സാ പിഴവുകളിലൂടെ, ഇത്തരം കുറ്റകൃത്യ മനോഭാവത്തോടു കൂടിയുള്ള ഗൂഢാലോചനകളിലൂടെ, പിഴവുകൾ മൂടിവെക്കാനടക്കമുള്ള അവനവന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള ശമ്പളം വാങ്ങിക്കൊണ്ട് മറന്ന് ഈ അധികാരത്തിൽ അഭിരമിച്ച് ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണ വീഴ്ചയിലൂടെ പരസ്യം ചെയ്യുകയാണ്. എന്താണ് പരസ്യം ചെയ്യുന്നത്? നമ്മൾ നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന ഈ ആരോഗ്യ മേഖല പിഴവുള്ളതാണ്, ഇവിടെ ആരോഗ്യത്തിലും ആയുസ്സിലും വിശ്വസിച്ച് ജനങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പരസ്യം ചെയ്യുന്ന സംവിധാനം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് ചികിത്സ കൊടുക്കാതെ ഈ ഒറ്റപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഇത് കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് വെള്ളയടിച്ചു വെച്ചാൽ മതിയോ? മധു, ഈ വിഷയത്തില് ഡോക്ടർ രാജകുമാറിനെ പറ്റിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം തെറ്റുകാരനായതുകൊണ്ടാണല്ലോ അദ്ദേഹം പാവം ആ സുമയ 26 വയസ്സ് മാത്രമേ ഉള്ളൂ, തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യാൻ പോയപ്പോൾ ഗൈഡർ വയറ് അതിനകത്ത് കുടുങ്ങിയത് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹം ആ എക്സ്ട്രാ അവർക്ക് കൈമാറാൻ ചെയ്തത്. തന്നെയുമല്ല അവർക്ക് ശ്വാസതടസ്സം വന്നു, പിന്നെ കാലിന് നീര് വന്നു. അവർ പതിവായി ഡോക്ടറോടത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ അവർക്ക് ശ്രീധര മെഡിക്കൽ സെൻ്ററിലേക്ക് ഇതിലേക്ക് പോകാനായിട്ട് അവിടെ ചെന്നപ്പോഴുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാണ്ട് 6,900 7,500 അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ളത്, യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കുറ്റവാളിയല്ല, അനസ്തേഷ്യ കൊടുക്കുന്നവരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നത്. വിചിത്രമായൊരു ബാധ്യതയുടെ, എനിക്ക് അക്കാര്യം ഞാൻ എക്സ്പെർട്ടല്ല, ഡോക്ടറെ എസ്എസ്ലാനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അത് തെറ്റ് തന്നെയാണ്, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അദ്ദേഹം മൂടി വെക്കാൻ ശ്രമിച്ചത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അദ്ദേഹം തുറന്നു പറയണമായിരുന്നു, ആ പെൺകുട്ടി 2 വർഷം സഹിച്ച വേദനകൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ അത് റിമൂവ് ചെയ്യുമായിരുന്നെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ആശ്വാസം കിട്ടിയാൽ. അത് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏറ്റവും ഒടുവിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഈ വയറ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് അത് അടങ്ങിയിരിക്കുകയാണ്, അത് സർജറി ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിൽ എത്തിയെന്ന ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുക. നിശ്ചയമായിട്ടും ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണം, അത് മറച്ചു വെച്ചതിനെതിരെ നടപടി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ നെടുമങ്ങാട് പോലൊരു സ്ഥലത്ത് പോയി രഹസ്യമായി പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ സുമയോട് പോലും 2000, 200, 300 പോലെയുള്ള എമൗണ്ടുകൾ വാങ്ങിച്ചെന്നാണ് പറഞ്ഞത്. സർക്കാർ ഡോക്ടേഴ്സ് സ്വകാര്യ പ്രാക്ടീസ് പാടില്ല എന്നുള്ളതും അത് കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുള്ള. അപ്പോൾ ഇവിടെ ഗുരുതരമായി തെറ്റി ഡോക്ടർ ചെയ്തിരിക്കുന്നു. ഈ ഡോക്ടറിനെ ആയിരിക്കാനായിട്ട് മനസാക്ഷിയുള്ള ആർക്കും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു വശമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഈ വിവരം പ്രിയപ്പെട്ട സുമയെ ട്രിവാൻഡ്രത്ത് ശ്രീധറിലേക്ക് റെഫർ ചെയ്തപ്പോൾ തന്നെ ഈ വിവരം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു, ആരോഗ്യ വകുപ്പ് അറിഞ്ഞു. അന്ന് മുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ TJ റീല തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പർട്ടിക്കുലർ ഡോക്ടറെ എൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നു. അയാളുടെ പേരിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കർശനമായ നടപടി ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്യും. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽ സാറും അംഗീകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യമേഖല എന്തായാലും ലോകത്തിന് മാതൃക തന്നെയാണ്. പിഴവില്ലാത്തൊരു ആരോഗ്യമേഖല ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ല. കുറേ രാജ്യങ്ങളിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പിഴവ് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടും. അതിനെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അതാണ്. നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയ ഒരു സിസ്റ്റത്തെ താരാതാരാകും ശ്രമിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ വന്ന് അതിനെ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ കൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ അത് ഒരു തിരുത്തൽ നടപടി തന്നെയാണ്. FIR ഇട്ടിരിക്കുന്ന ഡോക്ടറുടെ പേരെ അയക്കിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നടപടി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്തരത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്ന ഒരു ഡോക്ടർക്കെതിരെ FIR എടുക്കുക എന്ന് പറയുന്നത് നിയമവ്യവസ്ഥ നിലവിലുള്ള ഒരു നാട്ടിൽ നടക്കുന്ന വളരെ സ്വാഭാവികമായ ഇടപെടലാണ്. അതിൽ സർക്കാരിന് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കുന്നു, മാതൃകാപരമായി ചെയ്തിരിക്കുന്നു എന്നൊന്നും അവകാശപ്പെടാൻ ഒന്നുമില്ല. ഇവിടെ സർക്കാരിന് മാതൃകാപരമായി ചെയ്യാൻ കഴിയുന്ന പലതുണ്ടായിരുന്നു. ഒന്ന്, ഈ പറയുന്ന പ്രാക്ടീസ്, അവിടെ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകാതിരിക്കുക. ഈ വിജിലൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇവിടെ.
ഇവിടുത്തെ രോഗികളിൽ നിന്ന് അത്തരത്തിൽ പണം വാങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുക. എങ്ങനെയാണ് സർജറിയുടെ ഡേറ്റ് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഇനി വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ, അത് ആ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് മറച്ചു വെക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഇനി പോകട്ടെ, ഇത് ശ്രീചിത്രയിൽ ശ്രീചിത്രയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ അറിയുന്നു ഇപ്പൊ ഈ ഡോക്ടർക്ക് ഇത് മറച്ചു വെക്കണമെന്ന് താല്പര്യമുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത് കേസ് കൊടുക്കണമെന്ന് സുമയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുക, അതൊരു ക്രൈമാണ് എന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്ന കാര്യമുണ്ടാകും. അപ്പൊ ഈ സിസ്റ്റത്തിന് ആരോടാണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത്? FIR ഇട്ടതൊന്നും വലിയ കേമത്തം എന്ന് പറയരുത്. ഇവിടെ ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറെ താമസിച്ച് ഒന്ന് പ്രതിപ്രവർത്തിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. സർക്കാർ ഇച്ഛാശക്തിയോടെ ഇടപെടേണ്ട എല്ലാ ഇടങ്ങളിലും ഉറക്കം തന്നെയാണ്. അങ്ങനെയല്ല മാധു, കാരണം ഈ വിഷയങ്ങൾ സുമയെയും അവരുടെ ബന്ധുവും ഈ ഡോക്ടറുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ്, അദ്ദേഹം വെളിപ്പെടുത്തിയതോടെയാണ് ഇതിന്റെ ഗൗരവങ്ങളെല്ലാം മനസ്സിലാകുന്നത്. അല്ലാതെ ഇത് അറിയത്തില്ല ആർക്കും ഇതെന്നാ സംഭവിച്ചെന്നുള്ളവരും. അപ്പൊ അതുകൊണ്ട് അതിനെ സർക്കാർ മൂടി വെച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇത്ര തുറന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് മറ്റുള്ളവർക്ക് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള വാക്കുകളൊന്നും ഉണ്ടാക്കണ്ട. സർക്കാർ മൂടി വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒളിച്ച് പ്രാക്ടീസ് നടത്തി ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താനുള്ള സംവിധാനം ഡോക്ടർമാർക്ക് ഉണ്ടാവരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ അനുഭവസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കരിയറിനെയോ അവരുടെ മൊറലിനെയോ ഒന്നും ഇടിച്ചു കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. വളരെ നമ്മൾ നോക്കൂ, ദൈവം കഴിഞ്ഞാൽ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഡോക്ടർമാരെ കാണുന്നവരാണ്. അപ്പോൾ ആ അവസ്ഥയിൽ അത്രയേറെ ബഹുമാനം ഒരു സമൂഹത്തിൽ കിട്ടുന്ന ഡോക്ടർമാരുണ്ട്. അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരുണ്ട്, ഊണുറക്കമില്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്, ഇവരൊക്കെയുണ്ട്. പക്ഷേ പണം ജനങ്ങളിൽ നിന്ന് പിരിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തി ആശുപത്രികളിലെ ചികിത്സയും ശസ്ത്രക്രിയയും അടക്കം അതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ഡോക്ടർമാർക്ക് ഈ സംവിധാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന വിജിലൻസ് ആരുടെ ഉത്തരവാദിത്തമാണ്? അല്ല, തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ്. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. കാരണം 99.99% സർക്കാർ ഡോക്ടർമാരും ₹1 പോലും കൈക്കൂലി വാങ്ങിക്കാതെ പ്രൈവറ്റ് ആശുപത്രി കിട്ടുന്ന ഭീമമായ എമൗണ്ട് പോലും വേണ്ടെന്നും വെച്ചുകൊണ്ട് സേവനം ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ 3-4 ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജ് തന്നെയുണ്ട്. എനിക്ക് അവരുടെയൊക്കെ ജീവിത രീതി തന്നെ കാണുമ്പോൾ അറിയാം, ഊണും ഉറക്കമില്ലാതെ ഉണ്ട്. പക്ഷേ ഇത്ര ചില പുഴുക്കുത്തുകൾ ഈ രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട്. തെറ്റ് തന്നെ, സർക്കാർ നടപടി സ്വീകരിക്കേണ്ടത്. എല്ലാ സർക്കാർ കാര്യത്തിൽ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ ചെലുത്തുന്നത്. 52 ലക്ഷത്തോളം രോഗികളെയാണ് സൗജന്യമായിട്ടിവിടെ മരുന്ന് കൊടുക്കുന്നത്. 7000 കോടി രൂപയുടെ മെഡിസിനാണ് ഈ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശരാശരി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കേരള സർക്കാരാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ ഇവർ ആ നീതികേട് കാണിക്കുന്നുണ്ട്. അത്ര ഡോക്ടർമാരോട് കർശനമായ നടപടി സ്വീകരിക്കുന്നത് എനിക്ക് ഡിറ്റർജന്റിന്റെ പരസ്യത്തിൽ കാണുന്നത് പോലെ 99.99% എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ ഡോക്ടർ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊന്നുമല്ല. മാതൃഭൂമി ന്യൂസ് അടക്കം പരമ്പര ചെയ്തിട്ടുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് അടക്കം പണം വാങ്ങുന്ന അടക്കം ഉള്ള കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളടക്കം പരമ്പര ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രവണതയാണ്, അതിനെ ചികിത്സിക്കേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്തം എന്ന തിരിച്ചറിവൊക്കെ സംവിധാനത്തിന് എന്നോ വരേണ്ടതാണ്. കാരണം അത്രയധികം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനുള്ളിലെ കള്ളക്കളികൾ എന്ന് പറയുന്നത്. പിന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് കേരളം തന്നെയാണ്. പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ജനങ്ങളടക്കം പണം ചെലവഴിക്കുന്ന കണക്ക് നോക്കിയിട്ടാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, നമ്മൾ ഏറ്റവും നന്നായി തന്നെ ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യ മേഖലയിൽ പണം ചിലവഴിക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും മുന്നിലുള്ളത്. സർക്കാർ മാത്രം ചിലവഴിക്കുന്ന പണം എന്ന് വെച്ചിട്ടല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഭ്രമപ്പെടുത്തിയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് കൂടി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ.